ലീഡ്സ് കോളേജിൻ്റെ മറ്റൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ടുള്ള ആ അലയൻസുകളുടെ ഫോർമേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ട്രിപ്പിൾ അലയൻസ് അല്ലേ, ട്രിപ്പിൾ എൻറ്റൻറ്റ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ്. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ അഗ്രസീവ് നാഷണലിസം, ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് കോമ്പറ്റീഷൻസ്, ഈ മാർക്കറ്റുകൾ, അതായത് പലതരം കോളനികൾ നിർമ്മിക്കാനുള്ള ആ കോമ്പറ്റീഷൻ അല്ലേ, ആ കോമ്പറ്റീഷൻ ലെഡ് ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചല്ലേ. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അഗ്രസീവ് നാഷണലിസം. അതായത് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഈ യൂറോപ്യൻ കൺട്രീസ് സ്വീകരിച്ചു. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അഗ്രസീവ് നാഷണലിസം. അതായത് ഈ വേൾഡ് വാറിലൊക്കെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർ എസ്റ്റാബ്ലിഷിങ് കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസ് വാറിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ചു. അതിലൊന്നാണ് അഗ്രസീവ് നാഷണലിസം. നിങ്ങൾ ബോർഡ് ശ്രദ്ധിക്കൂ. ഞാൻ മുകളിൽ വാട്ട് ഈസ് നാഷണലിസം എന്നുള്ളത് എഴുതിയിരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനില്ല, എങ്കിലും എന്താണ് അഗ്രസീവ് നാഷണലിസം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാഷണലിസം എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. എന്താണ് നാഷണലിസം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു എന്ത്, നാഷണലിസം നമ്മുടെ എല്ലാവരുടെ മൈൻഡിലുണ്ട്. നമ്മുടെ രാജ്യത്തിനോട്, നമ്മുടെ കൺട്രിയോടുള്ള നമ്മുടെ സ്നേഹം അല്ലേ, അതിനെയാണ് നമ്മൾ നാഷണലിസം. എന്താ നാഷണലിസം? നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ്സ് among the people of a nation irrespective of caste and creed. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനങ്ങളുടെ മാനസികമായിട്ടുള്ള ഐക്യമാണ് നാഷണലിസം അല്ലേ. എന്താണ് ഈ മാനസിക ഐക്യം എന്ന് പറഞ്ഞാൽ? സെൻസ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ രാജ്യത്തോട് അല്ലേ, നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ദേശീയ ഗാനം, അത്തരത്തിലുള്ള അല്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് അല്ലേ. വ്യത്യസ്ത കാസ്റ്റ്, വ്യത്യസ്ത റിലീജിയൻ, വ്യത്യസ്ത കൾച്ചർ, ഇതൊക്കെ നമ്മളുടെ ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മളൊക്കെ എന്താണ്, വി ആർ ഇന്ത്യൻസ് അല്ലേ. അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ നാഷണലിസം. ഓരോ ഇന്ത്യക്കാരൻ്റെയും മൈൻഡിലുള്ള ആ ഒരു തോട്ടിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ്, ഇത് ഇപ്പോഴും തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നമ്മൾ ഇനി അങ്ങോട്ട് കൾച്ചറും നാഷണലിസവും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോഴേ വീണ്ടും ഞാൻ നാഷണലിസം പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് എന്ത് ചെയ്യണം, വരണം. അപ്പോൾ ഇപ്പം തന്നെ പഠിക്കണേ. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആണ്, യൂണിറ്റി that exists among the people, our രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ, of a nation irrespective of caste and creed. അതായത് ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് ഉപരിയായി ഒരു രാജ്യത്തെ ജനങ്ങളുടെ എന്താണ്, യൂണിറ്റിയാണ് എന്ത് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താണ് അഗ്രസീവ് നാഷണലിസം? അതിൻ്റെ ഈ നാഷണലിസം കൂടിയാലും കുറഞ്ഞാലും ആവത്താണ്. മനസ്സിലാകുന്നുണ്ടോ? നാഷണലിസം ദേശീയ, അതായത് നമ്മുടെ ഉള്ളിൽ നാഷണലിസം എന്ന് പറയുന്ന തോട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമില്ല, എന്തോ ആയിക്കോട്ടെ എന്നുള്ള നിലപാടാണ് അല്ലേ. ഇവിടെ അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ ഈ നാഷണലിസത്തിൻ്റെ കൂടിയ അവസ്ഥയാണ്. ശ്രദ്ധിക്കണേ, കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. നോക്കാം. അഗ്രസീവ് നാഷണലിസം എന്താണ്? അഗ്രസീവ് നാഷണലിസം തീവ്ര ദേശീയത എന്ന് മലയാളത്തിൽ പറയും, കൂടിയതാണ്. അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡേർഡ് their own nations, അവരുടെ രാജ്യം എന്ത് ചെയ്താലും as the supreme and justify whatever be the actions of their nations. അതായത് അഗ്രസീവ് നാഷണലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ അവരുടെ രാജ്യം എന്ന് പറയുന്നത്, അവരുടെ രാഷ്ട്രം സുപ്രീമാണ്, എല്ലാത്തിനും ഉപരിയാണ്.
മനസ്സിലാവുന്നുണ്ടോ? ആ രാഷ്ട്രം, അപ്പോൾ അന്ധമായ രാഷ്ട്രസ്നേഹം കൊണ്ട് ആ രാജ്യം എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു തന്ത്രമാണ്, സ്ട്രാറ്റജിയാണ് അഗ്രസീവ് നാഷണലിസം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് aggressive nationalism? Aggressive nationalists considered their own nations as the supreme and justified whatever be the actions of their nations. അവരുടെ രാജ്യം എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ അഗ്രസീവ് നാഷണലിസം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. എന്താ നോക്കാം, നമ്മൾ ആ 3 കാര്യങ്ങൾ നോക്കാം. ആ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഫോർമേഷൻ ചെയ്തു. ശ്രദ്ധിക്കണേ, 3 തരത്തിൽ ഏകത്തിൻ്റെ ഭാഗമായിട്ട് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും 3 ടൈപ്സ് 3 ടൈപ്സിൽ എന്തുണ്ടായി. ഇത് വായിച്ചിട്ട് ഞാൻ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്തു മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? Can you understand? അപ്പോൾ മെയിനായിട്ട് നാഷണലിസം ഇവിടെ നമുക്ക് പഠിക്കാനില്ല. അത് ഞാൻ പറയാൻ കാരണം അഗ്രസീവ് നാഷണലിസം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അഗ്രസീവ് നാഷണലിസം എന്താണ്, അതായത് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച മറ്റൊരു സ്ട്രാറ്റജിയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗം നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഈ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള 3 മൂവ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ് നോക്കാം നമ്മൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ സ്ലാവ് മൂവ്മെൻറ്റ്സ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂവ്മെൻറ്റ്സുകളാണ് ഇതൊക്കെ തന്നെ കേട്ടോ. ഫസ്റ്റ് വൺ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വൺ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, തേർഡ് വൺ റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇനി ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൽ 3 എക്സാമിന് 6 മാർക്കിന് ചോദിക്കും. 2 വീതം മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ശ്രദ്ധിക്കണേ, മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പോൾ 3 എന്ത് ചെയ്യാറുണ്ട്, ഒന്നുകിൽ എക്സാമിന് ചോദിക്കും, അതല്ലെങ്കിൽ ഓരോന്നും 2 വീതം മാർക്കിന് ചോദിക്കും. നിങ്ങൾ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല ആളുകളും എസ് എഴുതിയിട്ടുണ്ട്. എസ് എഴുതിയതിനകത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, എക്സ്പ്ലെയിൻ ചെയ്യണം എസ് എഴുതുമ്പോൾ. എന്ന് വെച്ചാൽ ഒരുപാട് എഴുതണം എന്നല്ല. നിങ്ങളോട് ഞാൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിട്ട് ആളുകൾ ഓരോ കുട്ടികൾ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തർ പേപ്പർ ഇപ്പോൾ ഓരോ ഇയർ കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, നെക്സ്റ്റ് 1 മാർക്ക് കൊടുത്ത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, മൂന്നാമത്തെ എഴുതി പ്രിപ്പയർഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് 1 മാർക്ക് കൊടുത്തിട്ട് പിന്നെന്താണ് അവരുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ബാക്കി അതൊക്കെ വേറെ ആരെഴുതും. നിങ്ങൾ അതെന്ത് ചെയ്യണം വെച്ചാൽ ഒന്നാമത്തെ ആ ഇയർ വെച്ചിട്ട് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്ന് ഫസ്റ്റിൽ എഴുതണം, സെക്കൻഡിൽ അങ്ങനെ എഴുതണം, തേർഡിൽ അങ്ങനെ എഴുതണം. വളരെ ഓരോന്നിനകത്തും കുറച്ച് പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, എങ്കിലേ മാർക്ക് കിട്ടുന്നുള്ളൂ. പല ആളുകളും പരിശോധിച്ചു, എൻ്റെ ടീച്ചറെ ഞാൻ എഴുതിയൊക്കെ കറക്റ്റാണല്ലോ, ശരിയാണ് നിങ്ങൾ എഴുതുന്നത്, പക്ഷേ 4 മാർക്ക് അതിന് എഴുതേണ്ടതുള്ളൂ. 6 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഞാൻ പറയാം, 2 മാർക്കിന് ഓരോന്നും 2 മാർക്കിന് ചോദിക്കുമ്പോൾ ആ 2 മാർക്കിന് കണക്കായിട്ടുള്ളതുണ്ടാവും ഓരോന്നും. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഇട്ടത് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വൺ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, തേർഡ് വൺ റിവെഞ്ച് മൂവ്മെൻറ്റ്. എന്താ നമ്മൾ പറയുന്നത്, അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഫോർമേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള
മൂവ്മെൻറ്റുകളാണ് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട്. എന്തിന്? യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അവർ സ്വീകരിച്ചല്ലോ. അതിലൊന്നാണ് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 മൂവ്മെൻറ്റുകളും എന്താണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓരോന്നും ഞാൻ ബോർഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശരി, ശ്രദ്ധിക്കൂ. ലിസൺ. പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. എന്താ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്? റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. എന്ത് റഷ്യ ആഗ്രഹിച്ചു? എവിടെയൊക്കെ ഉള്ളത്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ലാവിക് പീപ്പിൾസിനെ യുണൈറ്റ് ചെയ്യാൻ ആരാഗ്രഹിച്ചു? റഷ്യ ആഗ്രഹിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇനി ഈസ്റ്റേൺ യൂറോപ്പ് എവിടെയുള്ളത്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ലാവിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യാൻ ആര് ആഗ്രഹിച്ചു? റഷ്യ ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഫോർ ദിസ് ദ പാൻ സ്ലാവ് മൂവ്മെന്റ് വാസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. അങ്ങനെ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട മൂവ്മെന്റ് ആണ് പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. വൺ മോർ. റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് under the leadership of Russia. For this, the Pan-Slav movement was formed with the help of Russia. മലയാളത്തിൽ വേണോ? കിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയ, ഗ്രീസ്, സെർബിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ലാവിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യാൻ റഷ്യ ആഗ്രഹിച്ചു. അതിന് റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂവ്മെന്റ് ആണ് പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എക്സെട്ര ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റഷ്യ. ഫോർ ദിസ് ദ പാൻ സ്ലാവ് മൂവ്മെന്റ് വാസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. ഓക്കെ, വാട്ട് ഈസ് പാൻ സ്ലാവ് മൂവ്മെന്റ് എന്നതിൻ്റെ ആൻസർ ആണത്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ടതാണ് പാൻ സ്ലാവ് മൂവ്മെന്റ്. സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ആണ് പ്ലേസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അത് അവിടെ കുറച്ച് വായിച്ചു പോയി, ശ്രദ്ധിക്കണേ. ഇനി നെക്സ്റ്റ് പാൻ ജർമ്മൻ മൂവ്മെന്റ് ആണ്. വാട്ട് ഈസ് പാൻ ജർമ്മൻ മൂവ്മെന്റ് നോക്കുക നമ്മൾ. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമൈൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൻ പ്രൊവിൻസസ്. അതായത് സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൻ പ്രൊവിൻസസിലും ആധിപത്യം ഉറപ്പിക്കാൻ ജർമ്മനി പ്ലാൻ ടു. അപ്പോൾ ആരാഗ്രഹിച്ചു? ജർമ്മനി ആഗ്രഹിച്ചു. ജർമ്മനി പ്ലാൻ ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ ഓഫ് പാൻ ജർമ്മൻ. അപ്പോൾ ഇവിടെയുള്ള അവിടുത്തെ വിഭാഗമായിരുന്ന ട്യൂട്ടോണിക് പീപ്പിളിനെ, ഇവിടെ സ്ലാവിക് പീപ്പിൾ ആണെങ്കിൽ ഇവിടെ ട്യൂട്ടോണിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യാൻ റഷ്യയുടെ നേതൃത്വത്തിൽ ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂവ്മെന്റ് ആണ് എന്ത് പറയുന്നത്? പാൻ ജർമ്മൻ മൂവ്മെന്റ്. പേരിനകത്ത് തന്നെ ഉണ്ട് പാൻ ജർമ്മൻ, ജർമ്മനിയുടെ ലീഡർഷിപ്പിൽ. മനസ്സിലായോ? ഫസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ്. സെൻട്രൽ യൂറോപ്പിലെ ഡൊമിനൻസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെയോ ആൻഡ് ബാൾക്കൺ പ്രൊവിൻസസ്, ബാൾക്കൺ മേഖലയിലും സെൻട്രൽ യൂറോപ്പിലും ആധിപത്യം ഉറപ്പിക്കാൻ, ഡൊമിനൻസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി പ്ലാൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ യുണൈറ്റഡ് ദ ട്യൂട്ടോണിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യാൻ ജർമ്മനി തീരുമാനിച്ചു. അപ്പോൾ ദിസ് മൂവ്മെന്റ് കെയിം ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് ഏതാരംഭിച്ചത്? പാൻ ജർമ്മൻ മൂവ്മെന്റ്. ഇനി നെക്സ്റ്റ് നോക്കുക നമ്മൾ റിവെഞ്ച് മൂവ്മെന്റ് എന്നാണ്. എന്താണ്? പ്രതികാര പ്രസ്ഥാനം അഥവാ റിവെഞ്ച് മൂവ്മെന്റ് നോക്കുക. പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. ഇൻ 1871 1779 ജർമ്മനി ഒക്യുപ്പൈഡ് അസൈൻസ് ലോറൻസ് ദ ടെറിട്ടറീസ് ദാറ്റ് ദേ വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ
അധീനതയിലുണ്ടായിരുന്ന അൽസേസ് ലോറൻസ് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ശ്രദ്ധിക്കണം, അടുത്ത കൺട്രോളോ ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മനി ഒക്കുപ്പൈഡ്. അപ്പൊ ഈ സമയം ആ പ്രദേശങ്ങൾ ആര് ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ? ഈ ജർമ്മനി ഈ സമയത്ത് ഈ പ്രദേശങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ശ്രദ്ധിക്കണേ. യെസ്, ലാസ്റ്റ് വൺ ശ്രദ്ധിക്കണേ. റിവെഞ്ച് മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഇൻ 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസേസ് ലോറൻസ് പ്രദേശങ്ങൾ, അതായത് ജർമ്മനിയുടെ പക്കൽ നിന്നും ജർമ്മനി ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും, ഫ്രാൻസിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ജർമ്മനി കൈവശപ്പെടുത്തി. ഇൻ 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസേസ് ലോറൻസ് പ്രദേശങ്ങൾ, ടെറിട്ടറീസ് ദാറ്റ് ദേ വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് ആര് പിടിച്ചെടുത്തു? ജർമ്മനി പിടിച്ചെടുത്തു. അപ്പോൾ ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ് ആർക്ക് തിരിച്ചു പിടിക്കണം? ഫ്രാൻസിന് ഈ ടെറിട്ടറി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണ് ഇത്, റിവെഞ്ച് മൂവ്മെന്റ്. പ്രതികാരമാണ് ആരോട്? ജർമ്മനിയോട്. ഫോർ വോട്ട്? ഈ ടെറിട്ടറീസ് പിടിച്ചെടുക്കാൻ വേണ്ടി, റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തതാണ് ഇത്, റിവെഞ്ച് മൂവ്മെന്റ്. ശ്രദ്ധിക്കണേ. ഇൻ 1871 ജർമ്മനി ഓക്യുപ്പൈഡ് അൽസേസ് ലോറൻസ് ദ ടെറിട്ടറീസ് ദാറ്റ് ദേ വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന അൽസേസ് ലോറൻസ് പ്രദേശങ്ങൾ ജർമ്മനി കൈവശപ്പെടുത്തി. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ് ഈ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ദ റിവെഞ്ച് മൂവ്മെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. തങ്ങളുടെ പ്രദേശങ്ങൾ, അവിടെ ആ സാധനം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ നടത്തൂലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഫ്രാൻസ് റിവെഞ്ച് മൂവ്മെന്റിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന്. അഗ്രസീവ് നാഷണലിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂവ്മെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. പാൻ സ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെന്റ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇവിടെ പ്രദേശത്തിന്റെ പേര് അൽസേസ് ലോറൻസ് ടെറിട്ടറീസ് ആണ്. ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ് പ്രോബ്ലം. ഫ്രാൻസിൻ്റെതാണ് ഈ അൽസേസ് ലോറൻസ് പ്രദേശങ്ങൾ. അത് ജർമ്മനി കൈവശപ്പെടുത്തിയതാണ്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട്, റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് റിവെഞ്ച് മൂവ്മെന്റ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് ആൻഡ് പാൻ സ്ലാവ് മൂവ്മെന്റ്. ഓക്കെ, എത്രയും കാര്യങ്ങളും നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇന്ന് തന്നെ പഠിക്കുക നന്നായിട്ട്. അപ്പോൾ ഓരോന്നും ഞാൻ പറഞ്ഞു 2 വീതം മാർക്കിന് ചോദിക്കുക, അല്ലെ 2, 2, 4, 2, 6 മാർക്കിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇനി എന്താ ഇതിൻ്റെ ബാക്കി നോക്കാം നമ്മൾ. ഇനി ഇത്തരത്തിലുള്ള ഈ കോമ്പറ്റീഷൻ ചില ക്രൈസിസുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ശ്രദ്ധിക്കണേ, യൂറോപ്യൻ നേഷൻസിനിടയിൽ ചില ക്രൈസിസുകൾ ഉണ്ടായി. എന്തൊക്കെയാണ് ക്രൈസിസുകൾ നോക്കുക നമ്മൾ. പ്രധാനമായിട്ടുള്ള ക്രൈസിസ് ഏതൊക്കെയാണെന്ന് അതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻ ക്രൈസിസ് യൂറോപ്യൻ നേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്രൈസിസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ. യെസ്, ദെൻ ലിസൺ. ക്രൈസിസ് ആണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്. എന്തൊക്കെയാണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് നോക്കാം. ഈ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ക്രൈസിസും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പാർട്ടാണ്. മൊറോക്കൻ ക്രൈസിസ്, ബാൾക്കൻ ക്രൈസിസ്. 2 തരത്തിലുള്ള ക്രൈസിസുകളാണ് യൂറോപ്യൻ കൺട്രീസ് ഫേസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ മൊറോക്കൻ ക്രൈസിസ് ആണ്. വാട്ട് ഈസ് മൊറോക്കൻ ക്രൈസിസ്? എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ഫ്രാൻസ് ഇൻ 1904. ശ്രദ്ധിക്കണേ, 1904 ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്തു ഫ്രാൻസ്. അക്കോർഡിംഗ് ടു ദിസ് ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. France agreed to transfer a part of French Congo to Germany and Germany agreed to concede Morocco to France in return. Thus the problem was solved temporarily. However, the rivalry continued. വല്ലതും മനസ്സിലായിട്ടുണ്ടോ? എന്താ നോക്കാം നമ്മള്. A secret treaty was signed between France in 1904. According to this, Britain recognized the claim of France over Morocco. കറക്റ്റിൽ എഴുതിയത്. According to this, Britain recognized the claim of France over Morocco.
The French claim ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ശരി, സാരമല്ല, നമുക്ക് ഇത് വായിച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ശ്രദ്ധിച്ചാലും മതിയാവും. അപ്പോൾ എഴുതിയതിനകത്ത് ഞാൻ വേഗത്തിൽ എഴുതി വരുന്നതാണ്, തെറ്റിയിട്ടുണ്ടാവും, ശ്രദ്ധിക്കണേ. The French claim over Morocco was, ഇതിലുണ്ടോ നോക്കിയാൽ മതി, ഇത് ഇല്ലല്ലേ. The France over Morocco was opposed by Germany. France agreed to transfer a part. ശരി, ശ്രദ്ധിക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് വായിച്ചാൽ കളയാം. നമുക്ക് ടെക്സ്റ്റിലുള്ള ആ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ മതി. ആൻഡ് വാട്ട് ഈസ് മൊറോക്കൻ ക്രൈസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് മൊറോക്കൻ ക്രൈസിസ്? ശരി, ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. എഴുതിയപ്പോൾ സ്പീഡിൽ എഴുതിയതാണ്, എഴുതിയപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോയത്. ശ്രദ്ധിക്കണേ. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ്. ഒരു രഹസ്യ ട്രീറ്റി സൈൻ ചെയ്തു. ആരൊക്കെ നോക്കുമ്പോൾ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. Then according to the Britain recognized the claim of Morocco. ശ്രദ്ധിക്കണേ, ഫ്രാൻസ് ഓവർ മൊറോക്കോ. Then the French claim over Morocco was opposed by Germany, which sent a battleship of the Moroccan part of Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus the problem was temporarily solved. However, the rivalry continued. എന്താണ് മനസ്സിലായിട്ടുണ്ടോ അവിടെയുള്ള എന്താണ് അവിടുത്തെ പ്രോബ്ലം എന്ന് നമ്മൾ പരിശോധിക്കാം. അതായത് ഈ ജർമ്മനി 1904 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു ട്രീറ്റി സൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഫ്രിക്കൻ പ്രദേശമായിട്ടുള്ള മൊറോക്കോയിൽ, ആഫ്രിക്കൻ പാർട്ടായിട്ടുള്ള മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ഡൊമിനൻസ്, ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ എന്ത് ചെയ്തു, അംഗീകരിച്ചു. ശ്രദ്ധിക്കണേ, ഫ്രാൻസിൻ്റെ ഡൊമിനൻസ് ബ്രിട്ടൻ അംഗീകരിച്ചു. ബട്ട് ഈ സമയത്ത് ജർമ്മനി ഇത് കൈവശപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഏത് പ്രദേശം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതാണ്, മൊറോക്കൻ പ്രദേശം, ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ആ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആര്? ജർമ്മനി. അപ്പോൾ ജർമ്മനി അത് എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അങ്ങനെ മൊറോക്കൻ തുറമുഖമായിട്ടുള്ള അവിടുത്തെ പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് യുദ്ധക്കപ്പലുകൾ, അഡഗീർ എന്ന അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധക്കപ്പൽ അയച്ചുകൊണ്ടിരുന്നു. ആര്? ജർമ്മനി. ജർമ്മനിക്ക് കിട്ടണമല്ലോ ആ പ്രദേശം. ബട്ട് അങ്ങനെ യുദ്ധക്കപ്പലുകൾ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തങ്ങളുടെ അവരുടെ കോളനി ആയിട്ടുള്ള ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ആർക്ക് നൽകി? ജർമ്മനിക്ക് കൊടുത്തു. ഫ്രഞ്ച് കോങ്കോയുടെ എന്ന് പറഞ്ഞാൽ കോങ്കോ ആഫ്രിക്കൻ പ്രദേശമാണ്. പക്ഷേ ഫ്രാൻസിൻ്റെ ഡൊമിനൻസ് ഉള്ളത് കൊണ്ടാണ്, ഫ്രാൻസിൻ്റെ കോളനിയാണ്. ആ കോളനിയുടെ കുറച്ച് പാർട്ട് ആർക്ക് കൊടുത്തു? ജർമ്മനിക്ക് കൊടുത്തു. ആര്? ഫ്രാൻസ്. ടെമ്പറലി ആ പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ബട്ട് റിവൽറി കണ്ടിന്യൂഡ്. പക്ഷേ അവർ തമ്മിലുള്ള ശത്രുത ഇങ്ങനെ തുടർന്നു പോകുന്നു. ആര് തമ്മിലുള്ള? ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ആ ഒരു പ്രോബ്ലം ഇങ്ങനെ താൽക്കാലികമായിട്ട് ആ കോങ്കോയുടെ ചില പ്രൊവിൻസസ് അവർ നൽകിയെങ്കിലും ആ റിവൽറി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ്. ഒരു രഹസ്യ സന്ധി സൈൻ ചെയ്തു. ശ്രദ്ധിക്കണേ. ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ആരൊക്കെയാണ്? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഇൻ 1904 1904. അക്കോർഡിംഗ് ടു ദിസ് ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. ഫ്രാൻസിൻ്റെ ആ ഒരു ഡൊമിനൻസ് ആരംഗീകരിച്ചു? ബ്രിട്ടൻ അംഗീകരിച്ചു. ബട്ട് ആരംഗീകരിച്ചില്ല? ജർമ്മനി അംഗീകരിച്ചില്ല. ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. ജർമ്മനി അതിനെ എതിർത്തു. എന്തുകൊണ്ടാണ് ജർമ്മനി എതിർക്കാൻ കാരണം? ജർമ്മനിക്ക് ആ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താൻ, കോങ്കോയുടെ ചില പ്രദേശങ്ങൾ കൈവശപ്പെടുത്താൻ ജർമ്മനി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ബ്രിട്ടൻ അതേപോലെ തന്നെ ഫ്രാൻസും വന്നിട്ട് ആ ഒരു പ്രദേശങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒപ്പോസിറ്റ് ബൈ ജർമ്മനി വിച്ച് സെൻറ്റ് ബാറ്റിൽഷിപ്പ്, ഇടയ്ക്കിടയ്ക്ക് യുദ്ധക്കപ്പൽ അയച്ചുകൊണ്ടിരുന്നു ടു ദ മൊറോക്കൻ പോർട്ടായിട്ടുള്ള അഗഡീറിലേക്ക്. ദെൻ ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ്. ഫ്രാൻസ് ഈ പ്രോബ്ലം താൽക്കാലികമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട്
ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോങ്കോ, മറ്റ് ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ കൺസീഡ് മൊറോക്കോ ഇൻ ഫ്രാൻസ് ഇൻ റിട്ടേൺ. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ ആരാഗ്രഹിച്ചു? ജർമ്മനി ആഗ്രഹിച്ചു. ദസ് ദ പ്രോബ്ലം വാസ്, ആ പ്രദേശം, കുറച്ച് പ്രദേശം മാർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രാൻസ്, ജർമ്മനിക്ക് കൊടുത്തു. ബട്ട് ജർമ്മനിക്ക് അതുകൊണ്ടൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. ഹൗവർ എന്ത് ചെയ്തു? ദ റിവൽറി കണ്ടിന്യൂഡ്, ആ ശത്രുത തുടർന്നു പോന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുമില്ല, മൊറോക്കോ കൈവശപ്പെടുത്താൻ ജർമ്മനിയും ആഗ്രഹിച്ചു, ഫ്രാൻസും ആഗ്രഹിച്ചു. അപ്പോൾ ഫ്രാൻസിൻ്റെ ആധിപത്യം ആരംഗീകരിച്ചു കൊടുത്തു? ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ ജർമ്മനി അംഗീകരിച്ചു കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനി ബാറ്റിൽ ഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് അടക്കീറിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. താൽക്കാലികമായിട്ട് ടെമ്പറലി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് കോങ്കോയുടെ ചില പാർട്ട് ആർക്ക് കൊടുത്തു? ജർമ്മനിക്ക് കൊടുത്തു. ആരെ? ഫ്രാൻസ്. ടെമ്പറലി പ്രോബ്ലം സോൾവ് ചെയ്തെങ്കിലും ഹൗവർ ദർ റിവാൽറി കണ്ടിന്യൂഡ്, അവരുടെ ശത്രുത ഇങ്ങനെ തുടർന്നു പോകുന്നു. അത് ആ ജർമ്മനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജർമ്മനിയാണ് ഏകദേശ പ്രശ്നങ്ങളിലും എന്തുണ്ടാക്കുന്നത്? ഈ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ആരാണ്? ജർമ്മനിയാണ്. നമ്മൾ ഇനി അങ്ങോട്ടും പഠിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാൾക്കൺ ക്രൈസിസ് ആണ്. എന്താണ് ബാൾക്കൺ ക്രൈസിസ് നോക്കുക നമ്മൾ. ബാൾക്കൺ റീജിയൻസ് ഈ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. എവിടെയാണ്? ക്ലോസ് ടു ദ ഈജിയൻ സീ. ഈജിയൻ സീ ആൻഡ് ബ്ലാക്ക് സീ. ഈജിയൻ കടലിനും ബ്ലാക്ക് കടലിനും, അതായത് കരിങ്കടലിനും ക്ലോസ് ആയിട്ടാണ് ബാൾക്കൺ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഈജിയൻ കടലിനും ബ്ലാക്ക് സീയും കരിങ്കടലിനും സമീപത്തായിട്ടാണ്, ക്ലോസ് ആയിട്ടാണ് ബാൾക്കൺ റീജിയൻ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബാൾക്കൺ റീജിയൻ പഠിച്ചിട്ടുണ്ട്. ബാൾക്കൺ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ, നമ്മൾ 9ാം ക്ലാസ്സിൽ ഓട്ടോമൻ എംപയറിനെ കുറിച്ച് പഠിച്ചതാണ്. ആ ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിരുന്നു ഈ ബാൾക്കൺ റീജിയൻ. ഇൻ 1912 ബാൾക്കൺ ലീഗ്. എന്തൊക്കെയാ ബാൾക്കൺ ലീഗിലെ രാജ്യങ്ങൾ നോക്കുക നമ്മൾ. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ ചേർന്നതാണ് ബാൾക്കൺ ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ബാൾക്കൺ ലീഗ് ഡിഫീറ്റഡ് തുർക്കി. തുർക്കിയെ ആര് ഡിഫീറ്റ് ചെയ്തു? ബാൾക്കൺ ലീഗ് ടർക്കിയെ ഡിഫീറ്റ് ചെയ്തു. ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമല്ലേ, ഓട്ടോമൻ എംപയറിൻ്റെ ആണ് ടർക്കി. ആ ടർക്കി പ്രദേശങ്ങൾ ആര് ഡിഫീറ്റ് ചെയ്തു? ഡിഫീറ്റഡ് ബൈ ബാൾക്കൺ ലീഗ്. However, the conflict among the allied nations in sharing the benefits of war led to break of a league and resulted war among them. പക്ഷേ ടർക്കിയെ അവർ ഡിഫീറ്റ് ചെയ്ത് കൈവശപ്പെടുത്തിയെങ്കിലും ഈ യുദ്ധത്തിന് ശേഷം, വോറിന് ശേഷം അതിൻ്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യുന്നതിൽ ഈ ബാൾക്കൺ ലീഗ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായി? പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ ബാൾക്കൺ ലീഗ് ബ്രേക്ക് ചെയ്യുന്നതിലേക്കും ആൻഡ് ഇറ്റ് റിസൾട്ടഡ് വാർ എമംഗ് ദം, അവർ തമ്മിൽ യുദ്ധമുണ്ടാക്കുന്നതിലേക്കും നയിച്ചു. ആര് തമ്മിൽ? ഈ ബാൾക്കൺ ലീഗിലെ കൺട്രീസ് തമ്മിൽ വോർ ഉണ്ടാകുന്നതിലേക്കും ആ ലീഗ് ബ്രേക്കപ്പ് ആവുന്നതിലേക്കും അത് നയിച്ചു. അതാണ് ബാൾക്കൺ ക്രൈസിസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. വൺ മോർ, ദ ബാൾക്കൺ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ എവിടെയാ? ക്ലോസ് ടു ദ ഏജിയൻ സീ ആൻഡ് ബ്ലാക്ക് സീ. ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് ബാൾക്കൺ റീജിയൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഇത് ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. ഈ 1912 ബാൾക്കൺ ലീഗിൽ പെടുന്ന രാജ്യങ്ങൾ ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ defeated Turkey. ടർക്കിയെ പരാജയപ്പെടുത്തി. However, the conflict among the allied nations, അപ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. എന്തിന്? ഇൻ ഷെയറിംഗ് ദ ബെനിഫിറ്റ്സ്. ഈ യുദ്ധത്തിൻ്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്തെടുക്കുമ്പോൾ പരസ്പരം എന്തുണ്ടായി? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി? അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ദെൻ led to the breakup of the league. അത് ഏതിലേക്ക് നയിച്ചു? ഈ ലീഗ് സഖ്യങ്ങൾ, ഏത്? ഗ്രീസും ബൾഗേറിയ, സെർബിയ, മോണ്ടിനിഗ്രോ, ആ ലീഗ് തമ്മിൽ അവിടെ അത് ബ്രേക്കപ്പ് ആവാനും ദാറ്റ് ലെഡ് അനദർ വാർ ബിറ്റ്വീൻ, മറ്റൊരു എന്താണ്? അവർ തമ്മിൽ യുദ്ധമുണ്ടാവാനും കാരണമായി. ഇതാണ് ബാൾക്കൺ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ഇതെന്താ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്? ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ക്രൈസിസ്, പ്രതിസന്ധികളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക,
വാട്ട് ആർ ദ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്? ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ക്രൈസിസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്? ഒന്ന് മൊറോക്കൻ ക്രൈസിസ്, സെക്കൻഡ് വൺ ബാൾക്കൺ ക്രൈസിസ്. ഫസ്റ്റിലുള്ള മൊറോക്കൻ ക്രൈസിസിൽ ആരൊക്കെയാണ്? ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി. അപ്പോൾ ഫ്രാൻസ് ഒരു സീക്രട്ട് ഇതാണ് അലയൻസ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്തു ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. അങ്ങനെ ഫ്രാൻസിന് കുറച്ച് പ്രദേശങ്ങൾ, ഫ്രാൻസിൻ്റെ ആധിപത്യം ആരംഗീകരിച്ചു? ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്തു. ബട്ട് ആര് റെക്കഗ്നൈസ് ചെയ്തില്ല? ജർമ്മനി റെക്കഗ്നൈസ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ താൽക്കാലിക പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊറോക്കോയുടെ ചില പാർട്ട് ജർമ്മനിക്ക് നൽകിയിട്ട് ടെമ്പറലി ആ പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ബട്ട് റിവാൽറി കണ്ടിന്യൂഡ്. ആ ഒരു റിവാൽറി മീൻസ് ശത്രുത ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഒന്നാമത്തെ ക്രൈസിസ്. ഈ ക്രൈസിസ് ഒക്കെയാണ് മറ്റൊരു വേൾഡ് വാറിലേക്ക് എന്ത് ചെയ്യുന്നത്? നയിക്കുന്നത്. രണ്ടാമത്തത് ബാൾക്കൺ ക്രൈസിസ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റീസൺസ് ആണ്. ഇതൊക്കെ റീസൺ ആണ്. ഇനി പെട്ടെന്നുണ്ടാവുന്ന സഡൻ റീസൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിക്കുക. ഓക്കെ. ഇപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ഈ രണ്ട് ക്രൈസിസും പഠിച്ചോളണം കേട്ടോ. ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ: നാഷണലിസം ആൻഡ് അഗ്രസീവ് നാഷണലിസം, ദെൻ പിന്നെന്താ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള 3 തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ: സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ദെൻ എന്താണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഫേസ്ഡ് ബൈ യൂറോപ്യൻ കൺട്രീസ്, ബാൾക്കൺ ക്രൈസിസ് ആൻഡ് മൊറോക്കൻ ക്രൈസിസ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ